കോന്നി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം MLA വോട്ട് അഭ്യർത്ഥിച്ച് നേരിട്ടിറങ്ങി. ബൂത്ത് തലം മുതൽ പാർട്ടിയും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കോന്നിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ഏറെ മുമ്പിലെത്തിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ വരെയുള്ള സംഘടനാ സംവിധാനങ്ങൾ വളരെ ഉഷാറായി ആയിരക്കണക്കിന് പ്രവർത്തകർ കോന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മണ്ഡലത്തിലാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വലിയ വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികൾ ഊന്നി നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 6.5 വർഷമായി കോന്നിയുടെ മുഖം മാറ്റുന്ന വികസന പദ്ധതികൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, UDF ഉപേക്ഷിച്ച നിരവധി പദ്ധതികൾ, മലയോര ഹൈവേ UDF ഉപേക്ഷിച്ചതാണ്. അത് യാഥാർത്ഥ്യമാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. 2014 UDF ഉപേക്ഷിച്ച മെഡിക്കൽ കോളേജ് അതിവേഗം യാഥാർത്ഥ്യമാക്കി, അംഗീകാരം വാങ്ങി, വിദ്യാർത്ഥി പ്രവേശനം നടത്തി, എല്ലാ നിലയിലുമുള്ള സൗകര്യങ്ങൾ ഉയർത്തിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മണ്ഡലത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മെച്ചപ്പെട്ട നിലയിലാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പ്രധാന റോഡുകളെല്ലാം BNBC നിലവാരത്തിലേക്ക് ഉയർത്തിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ സ്കൂളുകൾ, നിരവധി സ്കൂളുകൾ എല്ലാം വലിയ നിലയിൽ പുരോഗതിയിലേക്ക് എത്തിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ധാരാളം വികസന പദ്ധതികൾ തുടരേണ്ടത് ആവശ്യമാണ്. ആ വികസന പദ്ധതികളെല്ലാം തുടരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ തുടരണം എന്നുള്ളത് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. വലിയ നിലയിലുള്ള പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എല്ലാ പിന്തുണകൾക്കും ആ സ്നേഹത്തിനുമെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഒപ്പം ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.